അതൊക്കെ ഇങ്ങോട്ട് ഇറക്കടാ. എന്താ വേണ്ടത്? മാറി നിൽക്കട്ടെ. നിന്റെ ചേട്ടൻ രാമൻകുട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപയുടെ കണക്ക് ചോദിക്കാൻ വന്നതാ. മുതല് കിട്ടിയില്ലെങ്കിൽ പലിശയെങ്കിലും കിട്ടണമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ പൊറുക്കാൻ പോവാ. കൂട്ടിന് നിന്നെപ്പോലൊരു കിളിന്നുള്ളത് സുഖം തന്നെയല്ലേ? വാ. ചൂടാകാതെ പെണ്ണേ, ഇവിടെ എനിക്ക് ബോറടിക്കുന്ന ഞാൻ വിചാരിച്ചെ. ഇപ്പൊ അതും മാറി. തൊട്ട് തലോടിയിരിക്കാൻ നിന്നെപ്പോലൊരു പെണ്ണുണ്ടല്ലോ. അങ്ങോട്ട് മാറിക്കളെ. അമ്മായി അമ്മായി എന്തോ എന്തോ എന്റെ പെങ്ങളെ പിടിക്കുമല്ലേ? നിന്റെ കൈ ഞാൻ വെട്ടും. ഇനിയും പിടിക്കൂടാ. അത്രയ്ക്ക് ആണത്തോളവനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് തടാം. പട്ടി, നാളെ സൂര്യ ഉദിക്കുമെങ്കിൽ നിന്നോട് വാങ്ങിയ പണവും പലിശ ഞാൻ തന്നിരിക്കും. എന്റെ പേര് രാമൻകുട്ടി എന്നാണെങ്കിൽ നാളെ നമ്മൾ കാശിന് കൊടുക്കും. ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? 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 പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ? ഈശ്വര, ഇതെന്തത്? തൽക്കാലം 50,000 ആവശ്യമല്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. എങ്ങനെയാ മോനെ നമ്മൾ ഇന്ന് ആ കാശ് കൊടുക്കുക? എനിക്കൊന്നും അറിയില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ഇന്നാ പണം, ഇത് അവനുണ്ട് കൊടുക്കുക. സത്യം പറയടാ, ഈ പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ചെയ്യാമേ മോഷ്ടിക്കില്ലെന്ന് മുതലാളിക്ക് അറിയാലോ. പിന്നെ രക്ഷകൻ തന്നതാ. രക്ഷകനോ? അതെ,
ഇനി ഒന്നും ആലോചിക്കണ്ട. അവന്റെ മുമ്പിൽ മുതലാളി കൊച്ചാവാൻ പാടില്ല. ഈ പണം അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് മുതലാളി അവനോട് 4 വർത്താനം പറ. ആ നിന്റെ പണവും പലിശയും. രാമൻകുട്ടി, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. ആര്? ദുർഗാദേവി. അതെ, ദുർഗാദേവി തന്നെ. ഞാൻ രാമഭദ്രൻ, പുത്തൂരം വീട്ടിലെ ഒരു അംഗം. 30 വർഷങ്ങൾക്ക് മുമ്പ് പുത്തൂരം വീട്ടുകാർ മാണിക്യമംഗലത്തുകാരോട് ചെയ്ത ചതി അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ലല്ലോ. നിന്റെ അച്ഛൻ മാധവൻ നായരും പുത്തൂരം രാഘവൻ നായരും ഒന്നിച്ചു ബിസിനസ് ആരംഭിച്ചു. കോടികൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ മാണിക്യമംഗലത്തെ മാധവൻ നായരെ തന്ത്രപൂർവ്വം അങ്ങ് ഒഴിവാക്കി. അതിന്റെ ആഘാതം താങ്ങാനാവാതെ നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. എല്ലാം ചതിയായിരുന്നു രാമൻകുട്ടി. ഇന്ന് പുത്തൂരം വീട്ടുകാർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ നിനക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ഒരു എതിരാളിയെ ദുർഗാദേവി പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്കിൽ അത് നീയാണ്, നീ മാത്രം. രാമൻകുട്ടി, നിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചു തരാം. നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം. അതിനൊരുത്തന്നെ സഹായം എനിക്ക് ആവശ്യമില്ല. സമയമാകുമ്പോ കളി ഞാൻ ആരംഭിച്ചിരിക്കും. അപ്പോ ആ കളി കാണാൻ തന്നെ ഞാൻ വിളിക്കാം. വരട്ടെ? സത്യത്തിൽ ഈ 2 വഞ്ചി കാലൂന്നിക്കൊണ്ടുള്ള കളി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ സദാശിവ, ആ. നീ കണ്ടോ, ഈ രാമഭദ്രൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ദുർഗയ്ക്ക് ഈ ഭൂമിയിൽ ആരെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് ഈ രാമൻകുട്ടിയാണ്. എന്നെങ്കിലും എല്ലാം ചോദിച്ചു വാങ്ങാൻ ഇവൻ തിരിച്ചു വരുന്ന ആൾക്കറിയാം. ഇവനെയും അവളെയും നമ്മൾ തമ്മിൽ തെറ്റിക്കുന്നു. ഇവനെ ഒതുക്കാൻ അവൾക്ക് എന്റെ സഹായം വേണ്ടി വരും. അങ്ങനെ കുട്ടിക്കാലം മുതലേ ഉള്ള എന്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിക്കണം. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. അന്ന് നമ്മുടെ മില്ലിലും ഫാക്ടറിയിലും തല്ലുണ്ടാക്കിയത് ഇവനല്ലേ? കള്ളൻ. മാഡം കിട്ടി, മാഡം കിട്ടി. അവനെ കിട്ടി. ആരാണവൻ? അവനാണവൻ. തമാശ പറയാതെ കാര്യം പറയടോ. ആരാണവൻ? അവൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ ആരാണെന്ന് അറിഞ്ഞാൽ മാഡം ഞെട്ടരുത്. പറയടോ, ആരാണവൻ? രാമൻകുട്ടി. അതെ, മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ മകൻ രാമൻകുട്ടി. എന്നെ രക്ഷിക്കണം രാമേട്ട. എന്താ നിന്റെ പ്രശ്നം? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. നാളെ അവളുടെ വിവാഹമാണ്. എന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കണത്? ഞാനല്ല, മറ്റൊരുത്തനാണ് അവളുടെ വരൻ. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. അവൾക്ക് നിന്നോട് എങ്ങനെയാ? എന്നെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അവള് തയ്യാറല്ല. ആട്ടെ, നീ വിളിച്ചാല് അവൾ നിന്റെ കൂടെ വരുമോ? വരും, ഉറപ്പായിട്ടും വരും. എന്നാ ധൈര്യമായിട്ട് പോയി വിളിച്ചിറങ്ങണം. വാടാ, ബാക്കിക്കാരും ഞങ്ങളേറ്റു. എനിക്ക് അതിനുള്ള ധൈര്യമില്ല രാമേട്ട. ധൈര്യമില്ലേ? നീ വിഷമിക്കണ്ട. അവളുടെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ച് നോക്കട്ടെ. എവിടെയാ അവളുടെ വീട്? പുത്തൂരം വീട്ടിലെയാ. ദുർഗാദേവിയുടെ ബന്ധുവാണ് അവൾ.